ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീയെയും കൂട്ടിക്കൊണ്ട് സച്ചിയും മഹേഷും കൂടെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അതിനുശേഷം മാനേജറെ കണ്ടിട്ട് ശ്രീ ആദ്യം സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. സാറിന് എന്നെ ഓർമ്മയുണ്ടോ? കുറച്ചു നാൾ മുന്നേ ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് സാർ ഒരു CCTV ഫുട്ടേജ് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനേജർക്ക് അങ്ങനെ പെട്ടെന്ന് അവന് ഓർമ്മ കിട്ടിയിട്ടില്ല. കാരണം ദിവസം ഒരുപാട് പേരെ കാണുന്നതാണല്ലോ. അപ്പം ശ്രീ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ഏട്ടനെ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസ് കസ്റ്റഡിയിൽ ആ ഒരു സമയത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓർമ്മയില്ലേ സാറിന്? കാറിൽ രണ്ടുപേര് കഞ്ചാവ് അടങ്ങിയ ഒരു ബോക്സ് വെക്കുന്നേ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഓ ഇപ്പോൾ ഓർമ്മ വന്നു സാർ, അന്നത്തെ ആ CCTV ഫുട്ടേജ് ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു. അപ്പോൾ അയാൾ ചോദിക്കുക, എന്തിന്? അപ്പോഴേക്കും പിന്നെ സച്ചി ബാക്കി സംസാരിക്കുന്നത്, സാർ എൻ്റെ പേര് സച്ചി, എൻ്റെ കാറിലാണ് അവരന്ന് കഞ്ചാവ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നെ ഒരുത്തൻ ചതിച്ചതാ സാറേ. അവനെതിരെ പോലീസിൽ പരാതി കൊടുക്കണം. ദയവായി CCTV ഫുട്ടേജ് തരണം സാറേ, അതിനാ വന്നേ. തെളിവ് കിട്ടി അവനെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാർ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്താൽ CCTV ഫുട്ടേജ് തരണം. അപ്പം മാനേജർ പറയുന്നുണ്ട്, ആ CCTV ഫുട്ടേജ് ഇപ്പോൾ സിസ്റ്റത്തിലില്ല. അപ്പം രണ്ടുപേരും ഞെട്ടുകയാണ്. ശ്രീ ചോദിക്കുന്നുണ്ട്, അത് അന്ന് കണ്ടിരുന്നല്ലോ, അതിനു മാത്രം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം മാനേജർ പറയുന്നുണ്ട്, ഒരുപാട് ദിവസമൊന്നും നമ്മൾ സൂക്ഷിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സച്ചി ആകെ നിരാശനാവുകയാണ്. തിരിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാർ? ഒരു വഴിയുമില്ല. അയാൾ പോകുമ്പോൾ വീണ്ടും സച്ചി കെഞ്ചിക്കൊണ്ട് അയാൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. കൂടെ തന്നെ ശ്രീയും മഹേഷും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം സാർ. അത് കൊടുത്തില്ലെങ്കിൽ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യില്ല. അവൻ കാരണം നിരപരാധിയായി എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എൻ്റെ കാറിപ്പോൾ വർക്ക്ഷോപ്പിലാണ്. എല്ലാം ചെയ്തത് അവനാ. അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം സാർ, സഹായിക്കണം സാർ, പ്ലീസ്. അപ്പോഴും മാനേജർ പറയുന്നുണ്ട്, ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാ? അത്രയ്ക്ക് അത്യാവശ്യമുള്ളൊരു ഫയലാണെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ അത് എടുത്ത് വെക്കേണ്ടതായിരുന്നില്ലേ? അല്ലാതെ ഇപ്പോൾ വന്ന് ചോദിച്ചാൽ ഞാനെന്ത് ചെയ്യാനാ? അപ്പോൾ സച്ചി കുറച്ച് ദേഷ്യത്തോടെ സ്ത്രീയെ നോക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? അവൻ മാനേജറോട് ചോദിക്കുന്നുണ്ട്. സോറി. അയാൾ വീണ്ടും പോവാണ്. സച്ചി ആകെ നിരാശനായി പുറത്തേക്ക് പോവാണ്. പിന്നാലെ പോയ സ്ത്രീയോട് അവൻ ചൂടാവുന്നുണ്ട്. എടാ, CCTV ഫുട്ടേജ് നീ വാങ്ങിയില്ല. അറ്റ്ലീസ്റ്റ് ഫോണിൽ അതിൻ്റെ ഒരു വീഡിയോ എങ്കിലും എടുത്ത് സൂക്ഷിക്കണ്ടായിരുന്നോ? ഞാൻ എടുത്തു ഏട്ടാ, അതും ഡിലീറ്റ് ആയിപ്പോയി. അപ്പം മഹേഷ ചോദിക്കുന്നത്, ശ്രീകാന്തെ, CCTV ഫുട്ടേജിൽ കണ്ടത് ഗജാനന്ദൻ്റെ ആൾക്കാരാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അവിടെ ശ്രീ ശരിക്കും പെട്ടതാണ്. അപ്പം അത് എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ സച്ചിക്കും അപ്പോഴാണ് ആ സംശയം വരുന്നത്. അപ്പം മഹേഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവരെ അറിയാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. ശ്രീ ശരിക്കും പെട്ട അവസ്ഥയിലായി. നിനക്ക് എങ്ങനെ അറിയാടാ? സച്ചിൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവസാനം പേടിച്ച് ശ്രീ പറയാണ്, അന്ന് എൻ്റെ കൂടെ രേവതി ഏടത്തിയും ദേവും ഉണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു രണ്ടുപേരെയും. അത് കേട്ടപ്പോൾ സച്ചി ഒന്നുകൂടെ ഞെട്ടുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ നീ എന്താ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്? അത് പിന്നെ ഏട്ടനെ പുറത്തിറക്കാനുള്ള ടെൻഷനിടയിൽ വിട്ടുപോയതാ. ശ്രീ പേടിയോടെ പറയാണ്. സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം മഹേഷും പറയുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ നിരപരാധിത്വം പറഞ്ഞ് പുറത്തിറങ്ങാമായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ കാല് പിടിക്കാൻ പോവേണ്ട ഗതികേടൊന്നും വരില്ലായിരുന്നു. സച്ചി ശ്രീയെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്നേ അപ്പോൾ രേവതിക്ക് ഇതൊക്കെ അറിയായിരുന്നല്ലേ? എന്നിട്ട് എന്നോടും അവൾ ഇക്കാര്യമൊന്നും പറഞ്ഞില്ല. എല്ലാം അറിഞ്ഞിട്ടും മൂടി വെച്ചു. ശ്രീ പേടിയോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഡാ, നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? അത് ഏട്ടത്തി ഏട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ പറയാതിരുന്നേ. സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞെന്ന് കരുതി നീ എന്നോട് പറയാതിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്തിനാ അവൾ അത് എന്നോട് പറയണ്ട എന്ന് പറഞ്ഞത്? ഏട്ടന് ദേഷ്യം വന്ന എന്താടാ കുഴപ്പം? ദാ ഇപ്പം തന്നെ കണ്ടില്ലേ, ദേഷ്യം കൊണ്ട് തിളക്കുക. ഗജാനന്ദനാണ് ഇതിന് പിന്നിലെന്ന് അന്നേ ഏട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ എന്താ ചെയ്യാന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാ ഏട്ടത്തി ഏട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ സച്ചി ചൂടാവുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെന്തിനാ അതേക്കുറിച്ച് ചിന്തിക്കുന്നേ? അന്ന് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഗജാനന്ദനെ പിടിച്ച് അകത്താക്കായിരുന്നു. ഇപ്പം എന്ത് തെളിവ് കാണിക്കും അവനെതിരെ? എങ്ങനെ പരാതി കൊടുക്കും? സച്ചിക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, ഏട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഏട്ടൻ ഗജാനന്ദനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലേ? അത് പോരെ? അത് പോരാ. മിണ്ടരുത് നീ. അവൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ നീ എന്താ കൊച്ചുകുട്ടിയാണോ? അന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ കാറ് വർക്ക്ഷോപ്പിൽ കിടക്കില്ലായിരുന്നു. 2 ലക്ഷം രൂപയാ അതിനു വേണ്ടി കൊടുത്തത്. എന്നിട്ടും അത് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. കടം വാങ്ങിക്കാൻ ഓടുക ഞാൻ, അറിയും നിനക്ക്? രേവതി എന്താ മനസ്സിൽ വിചാരിക്കുന്നേ? ബുദ്ധിയില്ലേ അവൾക്ക്? അവൾ സത്യങ്ങൾ എന്നോട് പറയണ്ടേ? അവളുടെ വീട്ടിൽ വന്ന് അവൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാ ഗജാനന്ദനെ ഞാൻ അടിച്ചത്. അവിടെ മുതലാ പ്രശ്നം ആരംഭിച്ചത്. എന്നിട്ട് ഇപ്പം എല്ലാം എൻ്റെ തലയിൽ വന്ന് വീണു. എല്ലാം അറിയായിരുന്നിട്ടും അവൾ എന്തിനീ സത്യം മറച്ചു വെച്ചു? അവളെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കാറെടുക്കാൻ ഓടുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ബൈക്ക് എടുക്കാൻ നിൽക്കാതെ സച്ചിയുടെ കൂടെ കാറിൽ തന്നെ കയറുകയാണ്. ശ്രുതിക്കും ചായ ഇട്ട് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കുടിക്കുകയാണ് ചന്ദ്ര. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേര് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇപ്പോഴോ? പിന്നെ പോവാം, ശ്രുതി പറയാണ്. അപ്പോഴേക്കും ചന്ദ്രയും പറയുന്നുണ്ട്, പോകുമ്പോൾ പറയണം, ഞാനും കൂടെ വരാം. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, ഇപ്പം നല്ല സിനിമയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ?
അപ്പോൾ ശ്രുതി ചിരിക്കുന്നതാണ്. ചന്ദ്രയ്ക്കും കാര്യം മനസ്സിലായി. ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ലടാ, ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾ പൊയ്ക്കോ. അത് കേട്ടപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട്, അല്ല നല്ല സിനിമ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ശ്രുതി? അത് കേട്ടിട്ട് ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ നല്ല സിനിമയില്ല, വരില്ല എന്ന് പറഞ്ഞപ്പോൾ നല്ല സിനിമയുണ്ട്. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി, വച്ചിട്ടുണ്ടടാ നിനക്ക്. അപ്പോഴേക്ക് ദേഷ്യത്തോടെ കാറ് കൊണ്ടുവന്ന് മുറ്റത്തേക്ക് ഇട്ടിട്ട് സച്ചി അതിൽ നിന്ന് ഇറങ്ങുകയാണ്. കാറ് വന്നു നിന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ പന്തികേട് ചന്ദ്രക്കൊക്കെ തോന്നുന്നുണ്ട്. ഡോറ് തുറന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സച്ചി ദേഷ്യത്തോടെ വിളിക്കുകയാണ്, രേവതി. അത് കൂടെ നിൽക്കുന്ന സ്ത്രീക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചിയെ പിടിച്ചു വെക്കാൻ വേണ്ടി അവനും പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഏട്ടാ ഏട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ ഏട്ടാ, വിടടാ. സച്ചിയെ തള്ളി മാറ്റിക്കൊണ്ട് വീണ്ടും രേവതിയെ അലറി വിളിച്ചുകൊണ്ടാണ് സച്ചി അകത്തേക്ക് വരുന്നത്. എന്നിട്ട് ചന്ദ്രയോടും മൂത്ത മോനോടും ഭാര്യയോടും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ അവള്? അപ്പോൾ ചന്ദ്ര സ്വതസിദ്ധമായിട്ട് പറയാണ്, എൻ്റെ സൈഡ് ബാഗിലുണ്ട്, ചെന്ന് എടുത്തോ. സച്ചി പൊട്ടിത്തെറിക്കാൻ പാകത്തിന് നിൽക്കുകയാണ്. ദേ എൻ്റെ വായിലിരിക്കുന്നത് വെറുതെ കേൾപ്പിക്കരുത്. സച്ചിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് ചന്ദ്രക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നീട് അവർ കൂടുതലൊന്നും പറയുന്നില്ല. സച്ചിയാണെങ്കിൽ രേവതിയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ ശ്രീയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഡാ നല്ല ദേഷ്യമുണ്ടല്ലോ, തിളക്കുകയാണല്ലോ, തലയിൽ കെട്ടൊക്കെയുണ്ട്, എന്താ പറ്റിയേ? ശ്രീ പറയാണ്, ആകെ പ്രശ്നമായിരിക്കുക. അപ്പോഴേക്കും രേവതിയെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു സച്ചി. രേവതിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഓരോ തിരക്കിലാണ്. സച്ചി അടുക്കളയിലേക്ക് വന്നതും നേരെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ മൊത്തം കൈകൊണ്ട് തട്ടി നിലത്തേക്കിട്ട് പൊട്ടിക്കുകയാണ്. ശബ്ദം കേട്ട് രേവതി ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? അപ്പോഴാണ് രേവതി കാണുന്നത് സച്ചിയുടെ തലയിൽ മുറിവും കെട്ടൊക്കെ ഉള്ളത്. അപ്പോൾ രേവതി പരിഭ്രമത്തോടെ വന്ന് ചോദിക്കുകയാണ്, അയ്യോ എന്താ ഈ പറ്റിയേ, തലയിലൊക്കെ എന്താ കെട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തല തൊട്ടപ്പോഴേക്കും അവൻ ആ കൈ തട്ടി മാറ്റുകയാണ്. തുടരുത് തന്നെ. രേവതി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി വെറുപ്പോടെ പറയുന്നുണ്ട്, മൊത്തം നീ കാരണാ. ഞാനോ? ഞാനെന്താ ചെയ്തേ? ചെയ്യാവുന്നതൊക്കെ ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നോ നീ? ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങളീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാതെ നിന്നെ മടിയിലിരുത്തി കൊഞ്ചിക്കണോ? നീ കാണിച്ചതിന് എന്താ വേണ്ടതെന്നറിയോ? അപ്പോഴും രേവതിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അടുക്കളയിൽ നിന്ന് സച്ചിയുടെ ശബ്ദം അത്രയും ഉയരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് അടുക്കളയുടെ ഭാഗത്ത് പുറത്തു വന്ന് നിൽക്കുകയാണ്. പക്ഷേ ചന്ദ്രയുടെ മുഖത്ത് നല്ല നിറഞ്ഞ സന്തോഷമാണ്. അപ്പോൾ ശ്രുതി പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? സച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അപ്പോൾ ചന്ദ്ര സന്തോഷത്തോടെ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ശ്രുതി, കുറച്ച് നാൾ അവളെ എടുത്ത് തലയിലേറ്റി നടക്കും, പിന്നെ തറയിലിടുന്നു. ഇന്ന് അവൻ അവളെ പറപ്പിക്കും. എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? നിങ്ങൾ ഇന്ന് സിനിമയ്ക്കൊന്നും പോവണ്ട, ഇവിടെ കാണാം നല്ല ഇടിപ്പടം. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ? കഷ്ടം തന്നെ. എന്നിട്ട് അവൻ അടുക്കളയിലേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര അവനെ തടഞ്ഞു നിർത്തുകയാണ്. നീ അങ്ങോട്ടേക്കൊന്നും പോവണ്ട. അപ്പോൾ രേവതി സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഒരു കാരണമില്ലാതെ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അപ്പോൾ സച്ചി പൊട്ടിത്തെറിക്കുകയാണ്. അറിയില്ലേ? നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയില്ലേ? എന്തിനാ നീ എല്ലാം എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത്? അപ്പോൾ രേവതി പിന്നോട്ട് പോയിട്ട് സ്ലാവിനടുത്തേക്ക് തെട്ടുകയാണ്. ഞാൻ എന്ത് മറച്ചു വെച്ചു എന്നാ നിങ്ങളീ പറയുന്നേ? ആര് കാരണാ എൻ്റെ വണ്ടി പോലീസ് പിടിച്ചത്? സച്ചി രേവതിയോട് ചോദിച്ചപ്പോഴേക്കും രേവതി ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. രേവതി അങ്ങനെ ഷോക്കായത് കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. രേവതിക്ക് എല്ലാം അറിയായിരുന്നു എന്നുള്ളത്. രേവതി തല താഴ്ത്തിയിട്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി വീണ്ടും വന്നിട്ട് ചോദിക്കുകയാണ്, പറ, ആര് കാരണമാണ് എൻ്റെ വണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്? പറ, എന്താ പറയാതെ തെറ്റ് ചെയ്ത പോലെ തലകുനിക്കുന്നേ? അപ്പോൾ സച്ചി വെട്ടി തുറന്ന് പറയാണ്, എൻ്റെ കാർ പോലീസ് പിടിക്കാൻ കാരണം ഗജാനന്ദനാ. അവൻ പ്ലാൻ ചെയ്ത് എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചു. രേവതി ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാ സത്യങ്ങളും സച്ചി അറിഞ്ഞു എന്നുള്ളത് അവന് മനസ്സിലായി. അതറിയാമായിരുന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ല. അപ്പം രേവതി ആകെ കൂടെ സങ്കടത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്, കുറ്റബോധത്തോടെ. അത് പിന്നെ ഞാൻ എന്താ നിനക്ക് അറിയുന്നില്ല എന്നാണോ പറയാൻ പോകുന്നേ? സച്ചി പൊട്ടിത്തെറിക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായടി, നീ നിൻ്റെ അഭിനയം നിർത്ത്. രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എനിക്കറിയായിരുന്നു, ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചു, സത്യം അത്. രേവതി തുറന്നു പറഞ്ഞതോടുകൂടി സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. അപ്പോൾ രേവതി വീണ്ടും സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്തിനാ ഞാൻ അങ്ങനെ മറച്ചു വെച്ചത് എന്നുകൂടി പറയാം. സമാധാനത്തോടെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിങ്ങൾ മുറിയിൽ ചെന്നിരിക്കെ, ഞാൻ ചായ ഇട്ടിട്ട് വരാം. ഒക്കെ പറയാം. രേവതി കരഞ്ഞോണ്ട് പറയണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ചായയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ദേ എന്നെ വെറുതെ വിഡിയാക്കിയാലുണ്ടല്ലോ. എന്നിട്ട് ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് അവർ മറ്റേ പൂക്കളത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ ആ കുട എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് അത് രേവതിക്ക് നേരെ വലിച്ച് തലക്കടിക്കാൻ വേണ്ടി പോലും രേവതി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ അടിക്കാൻ നിൽക്കാണ്ട് സച്ചി എന്താക്കും, അത് നിലത്ത് വലിച്ചെറിഞ്ഞ് ദേഷ്യം തീർക്കുകയാണ്. അപ്പോഴേക്കും ബഹളം കേട്ടിട്ട് രവി അങ്ങോട്ടേക്ക് വരികയാണ്. ചന്ദ്രേ, എന്താ ഇവിടെ, എന്താ ബഹളം കേട്ടെ? അപ്പോൾ ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അരുമ സന്താനം കെട്ടോളുമായിട്ട് വീണ്ടും വഴക്ക് തുടങ്ങി.
അപ്പം രവി സച്ചിയെ വിളിക്കുകയാണ്. അപ്പം സച്ചി രേവതിയെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി വെറുപ്പോടു കൂടി നിൽക്കുകയാണ്. അച്ഛൻ വിളിച്ച കേട്ടപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം കണ്ണീര് തുടച്ചുകൊണ്ട് പിന്നാലെ രേവതിയും. എന്താടാ, എന്താ പ്രശ്നം? സച്ചി വന്നപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ പൊന്നാര മരുമോളുണ്ടല്ലോ, ഇവളാ എല്ലാ പ്രശ്നത്തിനും കാരണം. നമ്മൾ കരുതിയതുപോലെ അല്ല അച്ഛ ഇവളുടെ മനസ്സ് നിറച്ചും വിഷ. അപ്പം രവി ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അല്ല, നിന്റെ തലയിൽ എന്തോ ഒരു കെട്ട്, എന്താ പറ്റിയേ? അപ്പം ശ്രീയാണ് പറയുന്നത്, ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ അയാൾ അടിച്ചതാ അച്ഛാ. അപ്പം രവി ചോദിക്കുന്നുണ്ട്, ആരുമായിട്ടാടാ നീ വഴക്കുണ്ടാക്കിയത്? അപ്പോഴും ശ്രീയാണ് പറയുന്നത്, അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരാൾ ഏട്ടത്തിയുടെ കൈ പിടിച്ച് വലിച്ച് ബഹളം ഉണ്ടാക്കിയിരുന്നില്ലേ, അയാളുമായിട്ടാണ് ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഡാ, ഇപ്പം നീ എന്തിനാ അയാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? എന്താ കാരണം? രവി വീണ്ടും ചോദിക്കുകയാണ്. ദേ നിൽക്കുന്ന കാണുന്നില്ലേ, ഹരിശ്ചന്ദ്രത്തി, എല്ലാത്തിനും കാരണം ഇവളാ. അവൾ എന്താ ചെയ്തേ? ഒന്നും അറിയില്ല, പാവം, നിഷ്കളങ്ക എന്നൊക്കെയല്ലേ അച്ഛൻ ഇവളെക്കുറിച്ച് പറയാറ്. പഠിച്ച കള്ളിയാ ഇവള്, നന്നായിട്ട് കള്ളം പറയാൻ അറിയാം ഇവക്ക്. എടാ ശ്രീകാന്ത്, എന്തൊക്കെയാ ഇവനീ പറയുന്നത്? രവി ചോദിക്കുകയാണ്. അപ്പോൾ രേവതി സങ്കടത്തോടെ ശ്രീയുടെ നേരെ നോക്കുന്നുണ്ട്, എന്തിനാ പറഞ്ഞതെന്ന്. അപ്പോൾ ശ്രീ സങ്കടത്തോടെ പറയാണ്, ഏട്ടത്തി, ഞാൻ അറിഞ്ഞതല്ല, ഏട്ടൻ തന്നെ കണ്ടെത്തിയാണ് ഗജാനന്ദനാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അതും കൂടെ കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ഇവൻ്റെ വാഗൂടി നീ മൂടിക്കെട്ടി വെച്ചു അല്ലേ? എന്തിനാ നീ എന്നോട് ഈ ദ്രോഹം ചെയ്തേ? രേവതി അപ്പോൾ കുറ്റബോധത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരെയും നോക്കിക്കൊണ്ട്. എന്താ നിന്റെ മനസ്സിൽ? നീ ഇവിടുത്തെ വലിയ ആളാണെന്നോ? എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നീയാണല്ലേ? രേവതി കണ്ണീരോടുകൂടി സച്ചിയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ഇവനെ കൂടി വിലക്കി, അതിനൊക്കെ നീ ആരാ? ചന്ദ്ര നിന്ന് ആസ്വദിക്കുകയാണ് സച്ചി രേവതിയെ വഴക്ക് പറയുന്നത് കേട്ടിട്ട്. അപ്പം രവി പറയുന്നുണ്ട്, സച്ചി നിന്ന് തിളക്കാതെ, ഇത്രമാത്രം കുറ്റം പറയാൻ രേവതി എന്ത് തെറ്റാ ചെയ്തത്? നിന്നോട് രേവതി എന്ത് തെറ്റാ ചെയ്തേന്ന്? അപ്പം സച്ചി പറയുന്നുണ്ട്, എൻ്റെ കാർ പോലീസ് പിടിക്കാൻ കാരണം രേവതിയാ. അവൻ്റെ ആൾക്കാരെ കൊണ്ട് എൻ്റെ കാറിൽ കഞ്ചാവ് വെപ്പിച്ചു, എന്നിട്ട് അവരെ കൊണ്ട് തന്നെ പോലീസ് വിളിപ്പിച്ചു പറഞ്ഞു എൻ്റെ കാർ പോലീസ് പിടിക്കാൻ വേണ്ടി. അപ്പം രവി ചോദിക്കുന്നുണ്ട്, എടാ അയാൾ നിന്നോട് എന്തിനാ അങ്ങനെ ചെയ്തേ? 1-2 തവണ എൻ്റെ കയ്യിൽ നിന്ന് അവൻ തല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു അവൻ. അന്നും അവൻ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചു. അതിനൊക്കെ കൂടെയുള്ള പ്രതികാരം ചെയ്തതാ അവൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ചന്ദ്ര വേഗം പറയുന്നുണ്ട്. അപ്പോൾ കാറി സ്ഥിതിയിലാവാനുള്ള കാരണം ഇവളാണല്ലേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിനൊക്കെ പ്രധാന കാരണം ഇവളാണെന്ന്. ചന്ദ്ര രേവതിയെ കുറ്റം പറയുന്നുണ്ടപ്പോൾ രവി പറയുന്നുണ്ട്, ഒന്ന് നാവടക്ക് ചന്ദ്ര. അപ്പം സച്ചിയോട് ചോദിക്കുകയാണ്, അവൻ കാറിൽ കഞ്ചാവ് വെച്ചത് നീ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ സച്ചി പൊട്ടിത്തെറിക്കുകയാണ്, അച്ഛാ സത്യങ്ങൾ ഇവക്ക് ആദ്യം അറിയായിരുന്നു, ഗജാനന്ദനാണ് കാറിൽ കഞ്ചാവ് വെച്ചതെന്ന്. അപ്പോൾ രവിയും ശരിക്കൊന്ന് ഞെട്ടുകയാണ്. നടന്ന സംഭവങ്ങളൊക്കെ സച്ചിയും ശ്രീയും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അന്ന് ഫുട്ടേജ് കണ്ടുപിടിച്ചതും അവിടെ എത്തിയിട്ട് ആ ഫുട്ടേജ് കണ്ടപ്പോൾ ഗജാനന്ദൻ്റെ ആൾക്കാരാണെന്ന് രേവതിക്ക് മനസ്സിലായതും അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ സച്ചി രവിയോട് പറയുന്നുണ്ട്, നടന്ന കാര്യങ്ങളൊക്കെ ഇവൾ എന്നോട് മറച്ചു വെച്ചു. അപ്പോൾ ചന്ദ്ര പറയാണ്, ഇവൾ ഏത് തരക്കാരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ സുധിയും പറയുന്നുണ്ട്, ശ്രീകാന്തേ, അന്ന് തന്നെ ആ CCTV ഫുട്ടേജ് പോലീസിൽ കാണിച്ചിട്ടുണ്ടായിട്ട് അന്ന് തന്നെ കാറ് പുറത്തിറക്കണമായിരുന്നു. അപ്പോൾ രവിയും ചോദിക്കുന്നുണ്ട്, മോളെ എന്തുകൊണ്ട് ഈ കാര്യം ഇതിനു മുമ്പ് നീ സച്ചിയോട് പറയാതിരുന്നേ? സച്ചി പറയാണ്, അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇവളി അന്ന് ഈ കാര്യം എന്നോട് പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കാർ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കിടക്കില്ലായിരുന്നു. അപ്പോൾ ശ്രീയാണ് പറയുന്നത്, സച്ചിയേട്ടാ, ഏട്ടൻ്റെ കാർ വർക്ക്ഷോപ്പിൽ കിടക്കാൻ കാരണം ഏട്ടത്തിയല്ല, ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ എന്നാൽ പോലീസുകാരെ തല്ലിയതിൻ്റെ ദേഷ്യത്തിലാണ് അവരാ കാറ് കേടിലാക്കിയത്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമല്ലേ അവരാ കാറ് കേടാക്കിയത്? ഞാൻ അകത്ത് കിടക്കുമ്പോൾ തന്നെ ആ വീഡിയോ കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ നിരപരാധിത്വം പറഞ്ഞ് എനിക്ക് പുറത്തിറങ്ങായിരുന്നു, ആ ഗജാനന്ദനെ അകത്തിടാമായിരുന്നു. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, അത് ഏട്ടൻ്റെ അസംഷൻ മാത്രമാണ്, അത് ഏട്ടൻ്റെ മുൻകോപം കാരണം ഏട്ടൻ അങ്ങനെയൊക്കെ തോന്നുന്നത്, ഏട്ടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അപ്പം സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്തേ, നീ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. എന്നിട്ട് വീണ്ടും രേവതിക്ക് നേരെ തട്ടിക്കയറുകയാണ്, എന്തിനാ നീ അത് എൻ്റെ അടുത്ത് മറച്ചു വെച്ചത്? ഇപ്പം എൻ്റെ കാറ് പോയി, പൈസ പോയി, ഇപ്പോൾ വാടക കാർ ഓടിക്കേണ്ട ഗതികേടില്ല, ലോണാണെങ്കിൽ അടക്കാൻ പറ്റുന്നില്ല, കടം കുന്നുകൂടുക, നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറയാതിരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ പറയാതിരുന്നിട്ട് എനിക്ക് എന്ത് നല്ലതടി ഉണ്ടായേ? അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ആ CCTV ദൃശ്യം അവിടെ ഉണ്ടാവില്ലേ, അതെടുത്ത് പോലീസിനെ കാണിച്ചാൽ പോരെ? അതവരവിടെ എടുത്തു വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ രേവതി ഞെട്ടുകയാണ്, ശ്രീകാന്ത്. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, അന്ന് നമ്മളവിടെ കണ്ട CCTV ഫുട്ടേജ് അവിടെ ഇപ്പോൾ ഇല്ല ഏട്ടത്തി, ഞാൻ എൻ്റെ ഫോണിലെടുത്ത വിഷ്വൽസും ഡിലീറ്റ് ആയിപ്പോയി. അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവുകയാണ്. ചന്ദ്രക്ക് മാത്രം നല്ല സന്തോഷം ഉണ്ടായിരുന്നു, കാരണം സച്ചിക്കും രേവതിക്ക് എന്ത് സംഭവിക്കുന്നതും ചന്ദ്രയ്ക്ക് സന്തോഷമാണല്ലോ. മാത്രമല്ല സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ഒക്കത്തിനും കാരണം നീയാ, നീ കാരണാ എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്, എന്നെ കടക്കാരനാക്കിയില്ലേ നീ? സച്ചി പൊട്ടിത്തെറിക്കുകയാണ്. രേവതിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അന്ന് ഞാൻ ആ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിന് നിങ്ങൾ അവരെ തല്ലിക്കൊല്ലുമായിരുന്നു, ആ ഭയം കാരണാ ഞാൻ പറയാതിരുന്നത്.
സച്ചി, നിന്റെ നല്ലതിന് വേണ്ടി അവളത് പറയാതിരുന്നത്, പിന്നെ നീ എന്തിനാ ആ കുട്ടിയെ വഴക്ക് പറയുന്നത്? രവി ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇവളെ ന്യായീകരിക്കുകയാണോ? 2 ലക്ഷം രൂപയ്ക്ക് മേലെയാ എൻ്റെ കയ്യിൽ നിന്ന് പോയത്. പണം പോയാൽ പിന്നീട് തിരികെ വരും, പക്ഷെ നിങ്ങൾ വെട്ടാനും കുത്താനും പോയാൽ പിന്നെ നിങ്ങളുടെ ഭാവി എന്താവും? രേവതി കരഞ്ഞോട് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടം, ഞാൻ എന്തും ചെയ്യും, അതിന് നിനക്കെന്താ? സത്യം നീ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? നിന്നോട് ഞാൻ ക്ഷമിക്കില്ല രേവതി. രേവതി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളോടുള്ള സ്നേഹം കാരണാ. എനിക്ക് മനസ്സിലായി നിന്റെ സ്നേഹം, ആർക്ക് വേണത്? സച്ചി പുച്ഛിക്കുകയാണ്. രേവതി സങ്കടത്തോടു കൂടി സച്ചിയെ നോക്കുകയാണ്. ചന്ദ്രക്കാണെങ്കിൽ നല്ല സന്തോഷം. രവി പറയുന്നുണ്ട്, എടാ സച്ചി, നീ കുഴപ്പത്തിൽ ചെന്ന് ചാടാതിരിക്കാനാ അവളത് മറച്ചു വെച്ചേ. ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു ഭാര്യയും ചിന്തിക്കുന്നത് പോലെ അവളും ചിന്തിച്ചിട്ടുള്ളൂ, അതിലൊരു തെറ്റുമില്ല. സച്ചി ഒന്ന് അടങ്ങുമ്പോഴേക്കും ചന്ദ്ര കയറുകയാണ്. ഈ പ്രശ്നം തുടങ്ങുന്നത് ഇവള് കാരണ. ഇവരുടെ വീട്ടിൽ വെച്ചല്ലേ, ഇവർക്ക് വേണ്ടിയല്ലേ ഇവൻ ആദ്യമായിട്ട് അയാളൊരു തല്ലി പ്രശ്നം ഉണ്ടാക്കുന്നത്. അവൻ്റെ വൈരാഗ്യത്തിന് കാരണം ആ സംഭവമല്ലേ. എന്നിട്ടും ഇവള് സത്യം പറയാതെ മൂടി വെച്ചു. കൊള്ളാം. അപ്പം രവി പറയുന്നുണ്ട്, ചന്ദ്ര, നിന്റെ ഈ എരി കയറ്റുന്ന വർത്താനം ഒന്ന് നിർത്ത്. അവൻ ചുമ്മാ കിടന്നാടുക, അപ്പം നീ അവൻ്റെ കാലിന് തളകെട്ടി കൊടുക്കുക. അതിനുശേഷം അയാൾ സച്ചിയോട് പറയാണ്, സച്ചി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ വഴക്കടിക്കരുത്. അപ്പം സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇതെങ്ങനെ വിടുവച്ചാ? എന്നിട്ട് രേവതിയെ നോക്കുകയാണ്. അവൾ കണ്ണീരോടെ അവനെ നോക്കി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.